അതിൻ്റെ കൂടെ പിടിക്കാൻ ഇവൻ്റെ സഹോദരിയായിട്ടുള്ള KP ശശികലയും. അല്ലയോ ടീച്ചറെ, എന്ത് വിവരമാണ് താങ്കൾക്കുള്ളത്? ഇങ്ങനെ വന്നിട്ടൊരു വ്യക്തിയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഒരു വ്യക്തിയെ അവഹേളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളിച്ചിട്ടും എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജാതി വെറി അങ്ങോട്ട് പോകുന്നില്ല, തീരുന്നില്ല. എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം അവഹേളിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലെ ജാതിയും വർണ്ണ വിവേചനങ്ങളും ഒന്നും അങ്ങോട്ട് മാറുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും വിഷം തുപ്പി അതങ്ങ് മൂർച്ച കൂട്ടിയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വാക്കുകൾക്ക് അല്ലെ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾക്കും. അത് ആര് വകവെക്കാനാണ്? തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടിയെ ആരെങ്കിലും നോക്കുമോ? നമ്മുടെ വീട്ടിൽ കിടന്ന് കുരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നോക്കും അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. അതേസമയം തെരുവിലാണ് കിടന്ന് കുരയ്ക്കുന്നതെങ്കിലും ആര് നോക്കാനാ? തെരുവ് പട്ടി കിടന്ന് കുരച്ചിട്ട് പോകും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ശശികലയും അതേപോലെ തന്നെ മധുവിനെയും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ കാണുന്നത്. ഈ പട്ടി എത്ര കിടന്ന് കുരയ്ക്കുമെന്ന് കണ്ടിട്ടാ? കൂടിപ്പോയ 1-2 തവണ കൂടി കുരയ്ക്കും, അതിനപ്പുറത്തേക്ക് കുരയ്ക്കുമോ? ഇല്ല, അതിനുള്ളതൊന്നും ഇല്ല. ഇലയെ വെക്കാറായി രണ്ടും ഉണക്ക ചുള്ളി. കാറ്റടിച്ചാൽ പറന്നു പോകുന്ന സാധനങ്ങളാണ് വന്നിട്ട് വേണമെന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശത്തിനെയും അയാളുടെ ചങ്കിലെ